ഫരീദാബാദിൽ ദളിത് കുടുംബത്തെ ചുട്ടുകരിച്ചത് പട്ടികളെ കല്ലെറിയുന്നതിന് തുല്യമെന്ന് വിവാദ പ്രസ്താവനയുമായി കേന്ദ്രമന്ത്രി വി.കെ. സിംഗ്. പട്ടികളെ ആരെങ്കിലും കല്ലെറിഞ്ഞാൽ കേന്ദ്ര സർക്കാർ എങ്ങനെ ഉത്തരവാദികളാകുമെന്ന് വി.കെ. സിംഗ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണ് ആക്രമണം. അതേസമയം പശുവിന്റെ പേരിൽ കൊല നടന്ന ദാദ്രി സംഭവം ചെറിയ വിഷയം മാത്രമെന്ന് RSS തലവൻ മോഹൻ ഭഗവത് നാഗ്പൂരിൽ പറഞ്ഞു. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഈ എന്ത് കാര്യം ഉണ്ടായാലും കേന്ദ്രത്തിനെ കുറ്റം പറയുന്നതിന് അദ്ദേഹം ഒരു ഉദാഹരണമായി പറഞ്ഞത്, ഇപ്പം എവിടെയെങ്കിലും ഒരു പട്ടിയെ കല്ലെറിഞ്ഞാൽ പോലും അതിന് നരേന്ദ്രമോദി മറുപടി പറയണം എന്ന് പറഞ്ഞതിന് ഇത് ഈ കൊലപാതകവുമായി ഇവിടെ പട്ടിയെ കല്ലെറിഞ്ഞതിന് ആരും ഒന്നും പറഞ്ഞില്ല. ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദാദ്രിയിൽ ആരെയാണ് കല്ലെറിഞ്ഞതെന്നുള്ള അങ്ങേക്ക് അറിയാം. കല്ലെറിയല്ലോ, അവിടെ കൊല്ലുകയാണ് ഉണ്ടായത് മനുഷ്യനെ. ഒപ്പം കരിയോയിൽ ഒഴിച്ചത് ആരെയാണെന്നുള്ളത് അങ്ങേക്കറിയാം. അതുപോലെ ഹരിയാനയിൽ 2 ദളിത് പിഞ്ചു കുഞ്ഞുങ്ങളെ ചുട്ടുകരിച്ചിരിക്കുന്നു. അത് പറയുമ്പോൾ എവിടെയാണ് ഈ പട്ടിയോട് സാമ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭവും ഉണ്ടാകുന്നത്? അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എവിടെ ഏതെങ്കിലും സംഭവം ഈ രാജ്യത്തുണ്ടായാൽ, ഇപ്പോൾ 2013 നമ്മുടെ ദൽബാക്കർ മരണപ്പെട്ടു. അന്ന് ഭരിച്ചതാര്? അന്ന് കോൺഗ്രസ് സംസ്ഥാനം ഭരിക്കുന്നു, കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്നു. എന്നിട്ടും BJPയുടെ പേരിലാണ് ഇപ്പോഴും കുറ്റാരോപണം. എങ്ങനെയാണ് ന്യൂനപക്ഷത്തെ മാത്രമല്ല ദളിതരെ കൂടി ടാർഗറ്റ് ചെയ്യുന്നത് എന്നതാണ് ഇതിലൊട്ടും അത്ഭുതകരമായിട്ടില്ല. RSSന്റെ പ്രത്യയശാസ്ത്രം തന്നെ ദളിതർക്കെതിരായിട്ടുള്ളതാണ്. RSSന്റെ ഉത്ഭവം തന്നെ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷത്തിനെതിരായിട്ടല്ല ഉണ്ടാവുന്നത്. RSS 1925 ചിത്പാവൻ ബ്രാഹ്മണരുടെ, മഹാരാഷ്ട്രയിലെ സവർണ വിഭാഗമായിട്ടുള്ള ചിത്പാവൻ ബ്രാഹ്മണരുടെ സംഘടനയായിട്ടാണ് വരുന്നത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ ഓർമ്മിക്കണം. 1870കളിൽ ജ്യോതിബ ഫുലെയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ ശക്തമായിട്ടുള്ള ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉയർന്നു വരികയുണ്ടായി. ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള RSS വിരുദ്ധ പുസ്തകങ്ങളുടെ എല്ലാം രത്നച്ചുരുക്കം വളരെ മനോഹരമായിട്ട് ഒരു ലഘു പ്രസംഗത്തിലൂടെ, പ്രസംഗം ഞാൻ കളിയാക്കി വിളിക്കുകയല്ല, ഒരു ചെറു പ്രസംഗത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ്. ഇന്നിപ്പോൾ സംഭവിച്ചത് എന്താ? ദളിതരെ പട്ടിയോട് ഉപമിച്ചു എന്നാണല്ലോ ആരോപണം. സത്യാവസ്ഥ എന്താ? കുറച്ചു കാലം ഒന്ന് പുറകോട്ട് നോക്കുക. രാജേഷിൻ്റെ തന്നെ ആൾക്കാർ ചെന്നുപെട്ട കുഴപ്പങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ശിവദാസ മേനോൻ ഒരിക്കൽ കൃഷ്ണയ്യരുമായിട്ടൊന്ന് ഏറ്റുമുട്ടി. ആ ദേഷ്യത്തിന് ശിവദാസ മേനോൻ പറഞ്ഞു, രാമയ്യരായാലും കൃഷ്ണയ്യരായാലും ഞാനിതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ശിവദാസ മേനോൻ അറിയില്ലായിരുന്നു കൃഷ്ണയ്യരുടെ അച്ഛൻ്റെ പേര് രാമയ്യരാണെന്ന് അറിയില്ലായിരുന്നു. അറിയാതെ പറഞ്ഞത് ആ ഒരു ശൈലി അനുസരിച്ച് രാമയ്യരായാലെന്താ കൃഷ്ണയ്യരായാലെന്താ എന്ന് പറഞ്ഞു. കൃഷ്ണയ്യർ വാസ് ഓഫൻഡഡ്, അച്ഛന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വൻ ബഹളം. മാന്യനായ ശിവദാസ മേനോൻ അന്ന് മാപ്പ് പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും അറിയാമായിരുന്നു ഒരു ശൈലിയായിട്ട് പറഞ്ഞത്, അപമാനിക്കാൻ പറഞ്ഞതല്ല. പിന്നീട് E.K. നയനാർ, നമുക്കെല്ലാം അറിയാമല്ലോ, E.K. നയനാർ മറ്റെന്ത് കുറ്റവും RSSകാരനായി ഞാൻ പോലും അദ്ദേഹത്തെ കുറ്റമൊക്കെ പറയാറുണ്ട്. പക്ഷേ അദ്ദേഹം ബലാത്സംഗത്തെ സപ്പോർട്ട് ചെയ്തു. എങ്ങനെ? അതിൽ ഏറ്റവും ഒടുവിലത്തേത് M.M. മണിയുടേതാണല്ലോ. അതിലേക്ക് വരാം. സഖാവ് M.M. മണിയുടെ പ്രസ്താവനയെ CPIM അംഗീകരിക്കുകയല്ല ചെയ്തത്, തള്ളിക്കളയുകയും ചെയ്തു എന്ന് മാത്രമല്ല നടപടിയെടുത്തു. അങ്ങനെയാണെങ്കിൽ V.K. സിംഗിനെതിരായിട്ട് നടപടിയെടുക്കാൻ തയ്യാറാവുമോ? നടപടിയെടുക്കണമെന്ന വാദം അദ്ദേഹം ഉന്നയിക്കുമോ? CPIM അംഗീകരിച്ചില്ല M.M. മണിയുടെ പ്രസ്താവനയെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇത് ഇത്ര യാദൃശ്ചികമായിട്ട് വളരെ ഓർക്കാതെ അറിയാതെ പറഞ്ഞു പോയിട്ടുള്ള പരാമർശമല്ല. ഇതേ ദിവസം തന്നെയാണ് മോഹൻ ഭഗവതിന്റെ പ്രസ്താവന വരുന്നത്. ഇന്ത്യയുടെ യശസ് ഉയർത്തി എന്നാണ്. അരുൺ ജെയ്റ്റ്ലി പോലും പറയുന്നു അസ്വസ്ഥജനകമാണ് സ്ഥിതിവിശേഷം. ഗുജറാത്തിലെ വംശഹത്യയിൽ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പട്ടി കാരനടിയിൽ പെട്ടാൽ ദുഃഖമുണ്ടാകുന്നത് പോലെ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈ പ്രയോഗങ്ങളൊന്നും യാദൃശ്ചികമല്ല, മോഹൻദാസ് പറയുന്നത് പോലെ നിഷ്കളങ്കമല്ല. ശ്രീ മോഹൻദാസ് അതാണ് അതിലൊരു വിശദീകരണം കൂടി പറഞ്ഞിട്ട്, അതായത് ഞാൻ നേരത്തെ ചോദിച്ചതും അതാണ്, V.K. സിംഗിനെ ന്യായീകരിക്കുക എന്നുള്ളതിനപ്പുറം RSS മേധാവി മോഹൻ ഭാഗവത് ഇന്ന് പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, കൊടുത്ത സാക്ഷ്യപത്രമുണ്ടല്ലോ നരേന്ദ്രമോദി സർക്കാരിന്. ആ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പേരിൽ വരുന്ന കാര്യങ്ങളാണ് കരിയോയിൽ പ്രയോഗം, ശിവസേന മുംബൈയിൽ നടത്തിയത്, ജമ്മു കാശ്മീരിലെ MLAക്ക് സംഭവിച്ചത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അതിന് തൊട്ടടുത്ത് എന്താ ഉണ്ടായി? അമിത്ഷായും നരേന്ദ്രമോദിയായും കൂടിക്കാഴ്ച നടത്തിയ ശേഷം അവർ വന്ന ശേഷം പ്രഖ്യാപിക്കുന്നു, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി വരികയാണെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൽ മൂന്നാം മുന്നണിയിലേക്ക്, അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് ഉയർത്തിക്കാണിച്ച് ആ ഒരു പാർട്ടി വരികയാണെങ്കിൽ അതിൻ്റെ താഴെ BJP നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ അതിന് വിലങ്ങിടുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് പിന്നെ BJPയുടെ സംസ്ഥാന നേതൃത്വം
ചെയ്തതെന്നാണ് ഞാൻ ബി വിശ്വസിക്കുന്നത്. ജെ പിക്ക് രാഷ്ട്രീയ തലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചീത്തപ്പേര് ശിവസേന പോലും അത് ആരോപിക്കുന്നുണ്ടല്ലോ. ഗോദ്രയിലെ കാര്യങ്ങൾ പറയിക്കരുത് എന്ന് ശിവസേന തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ ഉദ്ധവ് താക്കറെ ബോംബെയിൽ പ്രസംഗിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ ചർച്ച നടത്തുന്ന സമയത്ത്